അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മിസ്രിയുടെ ആങ്ങള വാഫി ഉസ്താദ് വളരെയധികം വിഷമത്തോടു കൂടിയാണ് പോകുന്നത്. റബ്ബേ, എൻ്റെ പെങ്ങള് വിതുമ്പിക്കരഞ്ഞപ്പോഴേ എൻ്റെ ഹൃദയം പിടിച്ചുപോയി റബ്ബേ. കാര്യം മറ്റൊന്നുമല്ല, ഉമ്മയും ഉപ്പയും ഇല്ലാത്ത അവളെ ഞാൻ എൻ്റെ നെഞ്ചോട് ചേർത്തിയാണ് വളർത്തിയത്. എന്താ ചെയ്യുക, ഞാനും അവളും ചെറുത്. അങ്ങനെയാണ് എൻ്റെ കുട്ടിയെ എത്തീങ്കാനയിലൊക്കെ ചേർത്തുന്നത്, ഞാൻ ദർസിലേക്കും. റബ്ബേ, അതൊക്കെ ഒരു കാലം. എന്നാലും എൻ്റെ പെങ്ങളുട്ടിക്ക് വേണ്ടി ഞാൻ എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അവളുടെ അവസ്ഥ കണ്ടപ്പോഴോ, അവളുടെ കണ്ണീര് കണ്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല റബ്ബേ. എന്നാൽ പെട്ടെന്നാണ് അതാ വാഫി ഉസ്താദിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. പഠിച്ചോനെ, ആരാ? വാഫി ഉസ്താദ് ഫോൺ എടുത്ത് നോക്കി. ഒരു നിമിഷം അവൻ ഞെട്ടി. പ്രിൻസിപ്പൾ. എന്നാൽ പഠിച്ചോനെ, ഫോൺ എടുക്കണോ വേണ്ടേ? ഒരു നിമിഷം ആലോചിച്ചപ്പോഴേക്കും ഫോൺ കട്ടായി. റബ്ബേ, എന്താ ഞാൻ ഉത്തരം പറയാ? ഞാൻ എന്താ പറയാ? എനിക്കറിയുന്നില്ല. വീണ്ടും അതാ ഫോൺ കോൾ. ഹലോ, എവിടെ വാഫി ഉസ്താദേ? ഞാൻ യാത്രയിലാണ്. അല്ല, എന്തായി? നമുക്ക് നിങ്ങൾ റിസൾട്ട് ഒന്നും തന്നില്ല കേട്ടോ, നമ്മൾ ചോദിച്ചൊരു കാര്യത്തിന്. വാഫി ഉസ്താദേ, നിങ്ങൾ നമ്മളെ കാര്യം പരിഗണിക്കൂല എന്നൊക്കെ ഒരു തോന്നൽ എനിക്കുണ്ട്. പക്ഷേ അങ്ങനെ വാഫി ഉസ്താദ് ചെയ്യൂല എന്ന് എനിക്കറിയാം. കാരണം വാക്ക് പാലിക്കുന്നവനാണ് യഥാർത്ഥ മുസൽമാൻ എന്ന് നിങ്ങൾ പഠിപ്പിക്കണതന്നല്ലേ. നിങ്ങളൊക്കെ തന്നെയല്ലേ ഉസ്താദുമാരെ? പള്ളിയിൽ ഉസ്താദും ഒക്കെ ആയി വരുമ്പോഴേ സ്വാഭാവികമായിട്ടും അങ്ങനെയൊക്കെ ആണല്ലോ. അതിപ്പോൾ ഞാൻ നിങ്ങളോട് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമില്ലല്ലോ. എന്നാൽ ശരിക്കും വാഫി ഉസ്താദിന് എന്ത് പറയണമെന്നായിപ്പോയി. അത് ഉസ്താദ്, ഞാൻ ഒരു യാത്രയിലാണ്, ഇപ്പം അതിനെക്കുറിച്ച് സംസാരിക്കാൻ എനിക്ക്. അതിനെന്താ ഉസ്താദേ, യാത്രയിലാണെന്ന് വിചാരിച്ചിട്ട്? യാത്രയിലാണെന്ന് വിചാരിച്ചിട്ടൊന്നും സംസാരിക്കുന്നതിന് നോ പ്രോബ്ലം. നിങ്ങൾ ഒന്നും പറയണ്ട. അല്ല, മിസ്രി എന്ത് പറഞ്ഞ്? യെസ് സോർ നോ? ശരിക്കും വാഫി ഉസ്താദിന് എന്ത് പറയണമെന്നായിപ്പോയി. റബ്ബേ, വല്ലാത്തൊരു. ഉസ്താദേ, ഞാൻ പറഞ്ഞല്ലോ, അവൾ പഠിക്കുകയാണ്. അവളെ പഠനം കഴിഞ്ഞതല്ലേ, ഡിഗ്രി കംപ്ലീറ്റഡ് അല്ലേ, അവളുടെ കോഴ്സ് പൂർത്തിയാക്കിയതല്ലേ. അതല്ല, അവൾക്ക് ഇനിയും എന്തൊക്കെയോ ചെയ്യണം, പഠിക്കണം. ഇനി എന്താ സാറേ പഠിക്കാനും ചെയ്യാനൊക്കെ? അതൊക്കെ കഴിഞ്ഞില്ലേ. ഇനി പെട്ടെന്ന് തന്നെ അങ്ങ് നിക്കാഹ് നടത്തുക, അതായിരിക്കും നല്ലത്. ആ പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സുകളോടൊക്കെ പറഞ്ഞിട്ടുണ്ട് കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് സെറ്റാക്കാൻ. എന്നാൽ വാഫി ഉസ്താദ് പറഞ്ഞു, ഓൾക്ക് സമ്മതം ആയി തുടങ്ങിയിട്ടില്ല. എന്താ വാഫി ഉസ്താദ് നിങ്ങളീ പറയണത്? നിങ്ങൾ വാക്ക് പാലിക്കാത്ത മനുഷ്യന്മാരാണോ? വാഫി ഉസ്താദേ, എന്നെ നിങ്ങൾക്ക് അറിയാലോ. ഞാൻ എന്തെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ നേടിയെടുക്കാതെ എനിക്ക് വിശ്രമമില്ല കേട്ടോ. എനിക്ക് വിശ്രമമേ ഇല്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയേക്കിട്ടോ. എന്നെ വെറുപ്പിക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞേക്കണം. വെറുപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനേക്കാളും വലിയതൊക്കെ ആയിരിക്കും. ഞാൻ പിന്നെ വിളിക്കാം, എനിക്കൊരു കോള് വരുന്നുണ്ട്. വെക്കല്ലേ, എന്താ നിങ്ങൾ ധൃതി പിടിച്ച് പോവല്ലേ? പിന്നെണ്ടല്ലോ, നമ്മൾ അവഗണിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ പിന്നെ ഞാൻ പിന്നെ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ വാഫി ഉസ്താദേ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. എന്നാൽ വാഫി ഉസ്താദ് വിയർത്തൊഴുകി. റബ്ബേ, എന്ത് ചെയ്യണം? എന്താ ഞാൻ ചെയ്യുക? എനിക്കറിയുന്നില്ല. എൻ്റെ പെങ്ങൾക്ക് ഇഷ്ടമല്ല എന്നറിഞ്ഞിട്ടും വീണ്ടും ഇവരെന്തിനാണ് നിർബന്ധിക്കുന്നത്? എന്ത് കാര്യത്തിനാണ് ഇവർ നിർബന്ധിക്കുന്നത്? എനിക്കറിയുന്നില്ല. എൻ്റെ പെങ്ങൾക്ക് ഇഷ്ടമല്ല. എൻ്റെ പെങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കുഞ്ഞുവിനെയാണ്. അവന് ഞാൻ നിക്കാഹ് കഴിച്ചു കൊടുക്കാൻ വാക്ക് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പം എന്തിനാ ഇവൻ എന്നെ ഭീഷണിപ്പെടുത്തി? എൻ്റെ പെങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇക്ക നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ എന്നുള്ളത്. എൻ്റെ കുട്ടി പറഞ്ഞതുപോലെ തന്നെ വീണ്ടും അതാ കോൾ വരുന്നു. എന്നാൽ വാഫി ഉസ്താദ് ഫോൺ എടുത്തില്ല. ഫോൺ എടുക്കാൻ അവന് മനസ്സ് വന്നില്ല. കാരണം ഇതിനെക്കുറിച്ചുള്ള പറച്ചിൽ തന്നെ ആയിരിക്കും. എന്നാൽ ഈ സമയം അതാ നമ്മുടെ പുത്തൻ വീട് തറവാട്ടിലേക്ക് എല്ലാവരും എത്തി. കുഞ്ഞു അവൻ്റെ വീട്ടിലും
ഫസീലയും ഉമ്മയും ഉപ്പയും അവനെ പരിചരിച്ചു കൊണ്ടിരുന്നു. എന്നാൽ കുഞ്ഞു പറഞ്ഞു, എൻ്റെ പൊന്നു ഇത്ത, ഉമ്മ, ഉപ്പ, ഇപ്പം എനിക്ക് ഒന്നുമില്ല. അൽഹംദുലില്ലാ, എല്ലാം കൊണ്ട് റാഹത്താണ്. ഞാൻ ഇന്ന് തന്നെ ഷോപ്പിലേക്ക് പോവുകയാണ്. എൻ്റെ പൊന്നു മോനെ, ഇന്ന് പോവല്ലടാ ഇയേ. എന്നാൽ ഷമ്മാസിൻ്റെ കോള്. ഹലോ കുഞ്ഞു, എങ്ങനെയുണ്ടടാ? ഇക്ക അൽഹംദുലില്ലാ റാഹത്ത് തന്നെയാണ്. ആ പിന്നെയുണ്ടല്ലോ കുഞ്ഞു, ഏതായാലും മാഷാ അല്ലാ ഒക്കെ റെഡിയായി തുടങ്ങിയല്ലോ. ഇനിയിപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്കൊരു ആഘോഷം ഉണ്ടാവട്ടെ ഇവിടെ. എന്ത്? അതൊക്കെയുണ്ട് മോനെ കേട്ടോ. എന്നാൽ കുഞ്ഞുവിൻ്റെ മനസ്സിൽ ചെറിയൊരു പുഞ്ചിരി വിടർന്നു. റബ്ബേ, എന്നെക്കൊണ്ട് വേറെ വല്ലതും തെറ്റിദ്ധരിച്ചോ? എന്തായാലും ഓളുടെ മനസ്സ് എന്താവോ. എന്നാൽ ആ നിമിഷം തന്നെ അതാ ഷമ്മാസിനോട് കുഞ്ഞു പറയുന്നു, ഷമ്മാസ്ക, പിന്നെ ഓളെ മനസ്സറിയാതെ ഞാനിതിൽ നിൽക്കുന്നത് ശരിയല്ലല്ലോ. ഓളുടെ മനസ്സ് എന്താ ഏതാ ഒന്നൊന്നും എനിക്കറിയില്ല. ഓളുടെ മനസ്സറിയാതെ ഞാൻ ഇതിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷെ അവൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലോ, അതൊക്കെ ഞാൻ ചോദിച്ച് സെറ്റായിക്കോളാം. അതല്ല കുഞ്ഞു, ഓൾ ഓക്കെ ആണെങ്കിലോ? ഓൾ ഓക്കെ ആണെങ്കിൽ ഞാൻ ഡബിൾ ഓക്കെ. ആഹാ മാഷാ അല്ലാ, വെരി ഗുഡ്. അതാണ് വേണ്ടത്, നീയാണ് ആൺകുട്ടി. എന്നാൽ മിസിരിയുടെ മനസ്സിൽ വല്ലാത്തൊരു ടെൻഷനായിരുന്നു. കാര്യം മറ്റൊന്നുമല്ല, തൻ്റെ പ്രിയപ്പെട്ട ഇക്കാക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഭയമായിരുന്നു. അതുമാത്രമല്ല, കുഞ്ഞുവിനും അതൊരു ഭീഷണിയായിരിക്കും. അയാൾ എനിക്ക് ഇഷ്ടമല്ല, അയാൾ എനിക്ക് പേടിയാണ്. ഞാൻ എന്നെ കാണാൻ വേണ്ടി പലപ്പോഴും വന്നിട്ടുണ്ട് ക്യാൻറ്റീൻ്റെ ഭാഗത്തേക്കൊക്കെ. പക്ഷെ എന്ത് ചെയ്യും, എനിക്കിഷ്ടമല്ല. ഞാൻ ശരിക്കും മിസ്സിലേക്ക് നല്ല ടെൻഷനുണ്ടായിരുന്നു. എന്നാൽ ഈ സമയം അതാ ആയുഷമ്മ പറയുന്നു, മോളെ മിസ്സിരിയെ, മോളെന്താ ഭക്ഷണം കഴിക്കാത്തത്? ഉമ്മ, ഞാൻ കഴിച്ചോളാം. മോള് പഴയ ഉഷാറൊക്കെ അങ്ങോട്ട് പോയല്ലോ, എന്തെൻ്റെ കുട്ടിക്ക് പറ്റിയത്? ഒന്നുമില്ല ഉമ്മ, അതൊക്കെ ശരിയായിക്കോളും. എന്നാൽ പതിവ് പോലെ അതാ മിസ്സിരി ഓരോ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു. എന്നാലും ഇടക്ക് അവൾക്കൊരു ചിന്ത, ഒരാലോചന. എന്നാൽ മനസ്സിലായി, പഠിച്ചോനെ, ആ കുട്ടിയുടെ മനസ്സിക്ക് എന്തോ കയറി കൂടിയിക്കണ്, എന്തോ വിഷമ കുട്ടിക്കുണ്ട്. മോളെ മിസ്സിരിയെ, ഉമ്മ വിളിച്ചു. എന്തോ ഉമ്മ? ആ മോൾ ഇവിടെ എന്നാണേ? എന്തി ഉമ്മ? മോളെ, എൻ്റെ കുട്ടിക്ക് എൻ്റെ കുട്ടീൻ്റെ മുഖം വാടിയാൽ എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ പൂർണ്ണമായ സന്തോഷം എൻ്റെ മുഖത്ത് വന്നിട്ടില്ല. കാരണം വന്നു കഴിഞ്ഞാൽ എൻ്റെ കുട്ടിയുടെ മുഖം നല്ലോണം തെളിഞ്ഞു നിൽക്കും. ഉമ്മ, എനിക്ക് കുഴപ്പമൊന്നുമില്ല മോളെ, കുഴപ്പമൊന്നുമല്ല. നിൻ്റെ മുഖം കണ്ടിട്ട് എനിക്ക് നല്ലോണം മനസ്സിനുള്ളിൽ വിഷമമുള്ളതായിട്ട് തോന്നുന്നുണ്ട്. എന്താ മോളെൻ്റെ പ്രശ്നം? എന്തുണ്ടെങ്കിലും ഉമ്മാനോട് തുറന്നു പറയും കേട്ടോ. ഉമ്മ, എനിക്ക് പേടിയാവുന്നുമ്മ. എന്തിനു മോളെ? ഉമ്മ, എനിക്ക് മോളെന്താ ഭയക്കുന്നത്? ഉമ്മ, എൻ്റെ ഇക്കാക്കാൻ്റെ കാര്യത്തിലും കുഞ്ഞുവിൻ്റെ കാര്യത്തിലൊക്കെ എനിക്ക് പേടി തോന്നുകയാണ് ഉമ്മ. ആ പ്രിൻസിപ്പിള്, എനിക്ക് അയാൾ ഇഷ്ടമല്ല ഉമ്മ. അയാൾ എന്നെ തേടി അവിടെ വന്നിരുന്നു. എന്നാൽ കോഴ്സ് കഴിഞ്ഞിട്ട് നോക്കാമെന്ന് പറഞ്ഞു പോയി. പക്ഷേ എനിക്ക് ആദ്യം ഇഷ്ടമല്ല. പിന്നെ ഇക്കാക്കയോട് വിളിച്ചന്വേഷിച്ചു, ഒന്നും പെങ്ങൾക്ക് പറ്റൂല. അതെ, അവൾക്ക് വേണ്ടിയിട്ട് എന്തും ഞാൻ തരാൻ തയ്യാറാണ്, 10 പവൻ മഹർ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞ് ഇക്കാക്കയുടെ മനസ്സിൽ എന്തൊക്കെയോ കുത്തിക്കയറ്റി. പാവം എൻ്റെ ഇക്കാക്ക അത് വിശ്വസിക്കുകയും ചെയ്തു. ഉമ്മ, സത്യമായിട്ടും എനിക്ക് അയാൾ ഇഷ്ടമല്ല. മോളെ, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? അതെ ഉമ്മ, സത്യമായിട്ടും എനിക്ക് ഇഷ്ടമല്ല. ഇപ്പം അയാൾ വീണ്ടും കല്യാണക്കാരും കുത്തിപ്പൊക്കി വരികയാണ്. എനിക്കിഷ്ടമല്ലാതെ പിന്നെ എങ്ങനെ അയാളുടെ കൂടെ ജീവിക്കുക? മോളെ, വല്ലാത്തൊരു പുതുമ. ഇനിയിപ്പോൾ എന്താ ചെയ്യാം മോളെ? മറ്റൊന്നുമല്ല, വേഗം കുഞ്ഞുനായിട്ടുള്ള നിക്കാഹണ്ട് കഴിക്കുക, എന്നാൽ പിന്നെ പ്രശ്നമില്ലല്ലോ കേട്ടോ. അതല്ലേ നല്ലത് ഉമ്മ. അതൊക്കെ അയാൾ കണ്ടറിഞ്ഞ് എന്തെങ്കിലും അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്താപ്പോ, പണക്കാരായാലും എന്തും ആവാന്നല്ലേ. എന്നാലേ പുത്തൻ വീട് തറവാട്ടുകയിലേ, അതിനേക്കാളും അയാളെ തലയിൽ കൂടെ വാരിയറുള്ള പണമുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ എന്താ ഇറക്കണോ? അതിനൊന്നും ഒരു പേടിയില്ല. നമ്മൾ പിന്നെ പാവങ്ങളെ പോലെ അങ്ങോട്ട് ജീവിക്കുകയാണ്. നമുക്കെന്ന് വെച്ചാൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മോളെ, ഇവിടെ എത്ര ഏക്കർ കണക്കിന് സ്വത്തും മുതലൊക്കെ ഉണ്ട്. അതിന്നൊക്കെ പിരിയുന്ന വരുമാനങ്ങൾ എത്ര ഉണ്ട്? അതൊക്കെ ഞങ്ങൾ അധികം പാവപ്പെട്ട എത്രയോ കുടുംബങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കൊടുക്കണം. നമ്മൾ പുറത്ത് പറയാൻ പാടില്ല ഒന്നും, പഠിച്ചോനെ മാത്രം വിചാരിച്ചിട്ട്. അത് മാത്രമല്ല, പെട്രോൾ പമ്പ് കാര്യങ്ങൾ, ഇപ്പോൾ എന്താ എണ്ണയുടെയൊക്കെ വില, അതൊക്കെ നമുക്ക് വേണ്ട ഇഷ്ടം പോലെ ഉണ്ട് മോളെ, ഇല്ലാഞ്ഞിട്ടല്ല. പക്ഷെ നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. അതൊക്കെ നമ്മൾ പാവങ്ങൾക്ക് വേണ്ടി കൊടുക്കണം. എല്ലാവരും ഒരുപോലെ ജീവിക്കണം. എൻ്റെ ഷാമോനൊക്കെ എത്ര ഉണ്ടായാലും ഓൻ ഇതില്ലല്ലോ. ഓൻ പഴയ മട്ടത്തിൽ, അവനൊരു അഹങ്കാരവും ഇല്ല. അങ്ങനത്തെ രീതിയിലാണ് ഓൻ ജീവിച്ചിട്ടുള്ളൂ.
അതുകൊണ്ട് തന്നെ പഠിച്ചവനെ അവനെ നിലനിർത്തിക്കൊണ്ട് അവനെ മൊബൈൽ ഷോപ്പ് ഇപ്പോൾ അത് 2 ഓപ്പണാക്കി അതിൻ്റെ ഇടയിൽ ഒന്ന് വിൽക്കാന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ അതിൻ്റെ അപ്പുറത്ത് വേറൊന്ന് തുടങ്ങുക. അങ്ങനൊക്കെ അൽഹംദുലില്ലാ കുഴപ്പമില്ലാത്ത കച്ചവടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പഠിച്ചവനെ നമ്മൾ മറക്കാൻ പാടില്ല. ഇതിപ്പോൾ ഒരാളെ ഇടങ്ങാറാക്കണം എന്നൊക്കെ വെച്ചാൽ ഉമ്മ എനിക്ക് അയാൾ ഇഷ്ടമല്ല ഉമ്മ, എനിക്ക് തീരെ ഇഷ്ടമല്ല, എനിക്ക് കാണുന്നത് ഇഷ്ടമല്ല. ഒരിക്കൽ പോലും ഞാൻ അതിനു വേണ്ടി സമ്മതം നൽകാൻ എനിക്ക് കഴിയില്ല. ഇനി അയാളെ കൂടെ ജീവിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ എൻ്റെ ജീവിതം അങ്ങനെ അങ്ങ് കഴിഞ്ഞു പോവും. അല്ലാതെ ഒരിക്കൽ പോലും അയാളെ സന്തോഷിപ്പിക്കുവാനോ അയാളുടെ ഇത് കിട്ടുവാനോ എനിക്ക് ആഗ്രഹമില്ലമ്മ. ശരിക്കും പാവം ആ പെണ്ണിൻ്റെ സങ്കടകരമായ ആ ഒരു സംസാരം കേട്ട് ഐഷുമ്മ വിഷമിച്ചു. മോള് വിഷമിക്കണ്ട കേട്ടോ, ആരെന്തൊക്കെ തന്നെ പറഞ്ഞാലും ഈ ഐഷുമുള്ളിടത്തോളം കാലം ഉമ്മാൻ്റെ മോള് വിഷമിക്കണ്ട കേട്ടോ. അവളെ തലോടിക്കൊണ്ട് ഐഷുമ്മ നെഞ്ചോട് ചേർത്തു. അവൾ ആ നിമിഷം പടച്ച റബ്ബിനെ സ്തുതിച്ചു. എന്നാൽ ഈ സമയം നുസൈബയോട് അവൾ പറഞ്ഞു, ഇത്ത വർക്കിന് പോയിക്കോളൂ, ഇനി കുഞ്ഞുങ്ങളെ ഞാൻ നോക്കിക്കോളാം, ഒന്നും വിഷമിക്കണ്ട. പഴയ ജീവിതത്തിലേക്ക് നമ്മുടെ മിസിരി കടന്നു വരുവാൻ വേണ്ടി ശ്രമിക്കുന്നു. അതെ, പഴയതെല്ലാം മറക്കണം. അതായത് ഒന്നുമല്ല, അയാളെ കൂടെ എനിക്കാവില്ല ജീവിക്കാൻ. കുഞ്ഞുവിനെ വിവാഹം കഴിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. കാരണം കുഞ്ഞും ഒക്കെ രക്ഷപ്പെട്ടാൽ മതി. എൻ്റെ കാര്യം കൊണ്ട് ഒരാൾക്കൊന്നും പറ്റരുത്. ഞാനിങ്ങനെ ജീവിച്ചോളാം, എനിക്കിതാണ് ഇഷ്ടം. ഇനിയൊരു പക്ഷേ ഞാൻ കോളേജിലേക്ക് എനിക്ക് പോയി കഴിഞ്ഞാൽ തന്നെ എന്നെ അയാൾ പിന്തുടരും, എന്നെ ഫോളോ ചെയ്യും, എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ തൽക്കാലം കോളേജിലേക്കും പോകുന്നില്ല. ഉമ്മ, ഞാൻ ഉമ്മയുടെ അടുത്ത് ഇവിടെ നിന്നോളാം. ഉമ്മ, മക്കളെയൊക്കെ നോക്കി ഞാൻ നിന്നോളാം. എന്നാൽ പാവം പഠിച്ച പെണ്ണാണ്. പഠിച്ച പെണ്ണ് പഠിച്ചത് ഒരു കാര്യത്തിലാക്കണം. അവൾക്ക് എത്ര ആഗ്രഹം ഉണ്ടാവും പഠിപ്പിക്കാനൊക്കെ. എന്നാൽ അവൾ ആദ്യമേ പറഞ്ഞിരുന്നു ഓൺലൈനായിട്ട് ഞാൻ പഠിപ്പിച്ചോളാം എന്നൊക്കെ. എങ്കിലും ഉമ്മാക്ക് അതൊരു ടെൻഷനായി മാറി. മോൾ ഇത്രയും പഠിച്ചിട്ട് മോളിവിടെ വീട്ടിലിരുത്തുന്നത് ശരിയാണോ? ഉമ്മ കുഴപ്പമില്ല ഉമ്മ, അതൊന്നും കുഴപ്പമില്ല. എന്നാൽ നുസൈബയെ അതെ വിളിക്കുന്നു. നുസിത്ത, എന്താ മോളെ? നുസിത്ത നാളെ മുതൽ പഠിക്കാൻ പോയിക്കോളൂ കേട്ടോ. മക്കളെ ഞാൻ നോക്കിക്കോളാം, 2 മക്കളെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. എന്നെ വിശ്വാസമല്ലേ നുസിത്താക്ക്? മോളെന്താ അങ്ങനെയൊക്കെ പറയുന്നത്? എന്നല്ലേ ഇപ്പോൾ കുട്ടികളെ നോക്കൽ? മോളെ 2 ആളും കൂടി ആകുമ്പോൾ ബുദ്ധിമുട്ടാവൂലേ? ഇല്ല ഇത്താ, സത്യമായിട്ടും ഞാനും ഉമ്മയുണ്ടല്ലോ. ഇത്ത പൊയ്ക്കോളൂ, ഞാൻ മനസ്സറിഞ്ഞിട്ടാണ് പറയുന്നത്. എൻ്റെ ഒരു ആഗ്രഹമാണ് നുസിത്ത ഒരു ഡോക്ടറാണെന്നുള്ളത്. എൻ്റെയും കൂടി ആഗ്രഹം സാധിപ്പിക്കണം. എന്തായാലും അങ്ങനെ അതാ പിറ്റേ ദിവസം നമ്മുടെ നുസൈബ ക്ലാസ്സിന് പോകാൻ ഒരുങ്ങുന്നു. തലേ ദിവസം ഷമ്മാസിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. പാവം പെണ്ണ് പറയണ, ഇത്ത പൊയ്ക്കോളേ, മക്കളെ ഞാൻ നോക്കിക്കോളാം, എനിക്ക് ഇത്ത ഡോക്ടറായി കാണുന്നത് ആഗ്രഹമുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ എന്താ ഞാനിക്ക പറയാം? ആയിക്കോട്ടെ, നല്ല പെണ്ണാണ്, പാവം പെണ്ണാണ് മിസ്സേ. എൻ്റെ മനസ്സിലൊരു ഉദ്ദേശമുണ്ട്, അത് പെട്ടെന്ന് നടത്തി കൊടുക്കണം. അതിൻ്റെ മനസ്സിലത്തെ ഉദ്ദേശം തന്നെയാണ്. ഇക്ക, കുഞ്ഞുവിന് അങ്ങനെ ഒരു താല്പര്യം അവളോടുണ്ടെങ്കിൽ അവളോട് ഇഷ്ടം കൂടി ചോദിച്ചോ? ഇല്ല, ചോദിച്ച് നോക്കണം. ഓക്കെ ആണെങ്കിൽ ഇൻഷാ അല്ലാ പെട്ടെന്ന്. കുഞ്ഞുവിന് ഓക്കെയാണ്, അവന് ഒരുപാട് ഇഷ്ടമാണ് അവളെ. എന്നോട് തുറന്നു പറഞ്ഞല്ല, എനിക്കറിയില്ലക്ക, ഞാൻ ആരെയും കണ്ടിട്ടില്ല, അറിയാതെ കണ്ണ് പെട്ടുപോയി. കണ്ടപ്പോൾ പിന്നെ എനിക്ക് അവളോട് അതൊക്കെയാണ് അവൻ പറഞ്ഞത്. ഇക്ക, സത്യമായിട്ടും ഞാൻ പറയട്ടെ, ഇൻഷാ അല്ലാ പെട്ടെന്ന് അധികം വൈകാതെ നമുക്ക് ആ വിവാഹത്തിൽ പങ്കുചേരാനുള്ള ഭാഗ്യം അല്ലാഹു നൽകട്ടല്ലേ, ആമീൻ. എന്നാൽ ഈ സമയം അതാ സത്താറിൻ്റെ വീട്ടിൽ സത്താറിൻ്റെ മക്കൾ ചോദിച്ചു തുടങ്ങി, ഉപ്പച്ചി എവിടെ? ആദ്യമൊക്കെ ഉപ്പച്ചി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് ഉപ്പച്ചി വരാറുണ്ടല്ലോ, ഇപ്പോൾ ഉപ്പച്ചി എവിടെ ഉമ്മച്ചി എന്ന് പറഞ്ഞ് മക്കൾ കരഞ്ഞു തുടങ്ങി. അതെ, മാസങ്ങളായി പോയിട്ട്, ജയിലിലാണ്. ഒന്ന് കാണാൻ പോകണം, വല്ലാത്ത ആഗ്രഹമുണ്ട്. എന്നാലും നല്ല മനുഷ്യനായിരുന്നു. അന്ന് ഊട്ടിയിൽ ഞങ്ങളെ കൊണ്ടുപോയി, നല്ല രീതിയിൽ നല്ല സ്വഭാവം ആയിരുന്നു. ഞാൻ വിചാരിച്ചു, റബ്ബേ, എല്ലാ ദുസ്വഭാവങ്ങളും നിർത്തി നല്ലൊരു മനുഷ്യനാകുകയാണല്ലോ എൻ്റെ ഇക്ക എന്ന് ഞാൻ ആഗ്രഹിച്ചു. ശരിക്കും ആയിരുന്നു. പിന്നെ എന്താ പറ്റി അറിയില്ല. അതെ, ആ കുഞ്ഞിക്കഥയത്ത് എന്തൊരു ആവശ്യത്തിന് ഇക്കയെ വിളിച്ച എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഇടയ്ക്കിടെ പോക്കും വരവും അങ്ങനെ തുടങ്ങി. പിന്നെ ഒന്നിടവിട്ട ദിവസങ്ങളിലായി വരവും പോക്കും.
എന്ത് സംഭവിച്ചറിയില്ല. അതിൻ്റെ ഇടയിൽ കേട്ടു, അതെ ഓൻ്റെ നിക്കാഹ് കഴിഞ്ഞു എന്നുള്ളത്. വീണ്ടും അന്നൊരുപാട് കഷ്ടപ്പെട്ട് സങ്കടപ്പെട്ടു ഞാൻ. എന്നാൽ അത് കുറേയൊക്കെ അനുഭവം ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ അങ്ങ് തള്ളി നീക്കി എൻ്റെ മക്കളെയും പിടിച്ച്. അല്ലാതെ എന്ത് ചെയ്യാം? സ്വന്തം ഉപ്പമാരിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിനോരോ പെണ്ണുങ്ങൾ ഇറങ്ങും. എന്നാലും എൻ്റെ ഇക്ക അത് ചെയ്തിട്ടുണ്ടാവില്ല, അതെനിക്ക് ഉറപ്പാണ്. അതെ, അത് പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ബലാത്സംഗം ചെയ്ത് പീഡിപ്പിച്ചെന്നതിൻ്റെ പേരിലാണ് എൻ്റെ ഇക്ക ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. മറ്റേതൊക്കെ 14 ദിവസത്തിന് ശേഷം അവർക്ക് ഇറങ്ങുമായിരുന്നു. പക്ഷേ ഇത് ജാമ്യമില്ലാത്ത കേസാണ്. അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇത്ര നഷ്ടപരിഹാരം വേണം എന്നൊക്കെയാണ് പറയുന്നത്. അവർക്ക് കൊടുക്കണമെന്ന് എത്രയോ ലക്ഷക്കണക്കിന് രൂപയാണ് അവർ പറയുന്നത്. എന്താ റബ്ബേ ചെയ്യുക? ഇതൊരിക്കലും എനിക്ക് വിശ്വസിക്കാൻ കഴിയണില്ല. അത് വെറുതെ പറഞ്ഞുണ്ടാക്കിയതാണ്. പക്ഷേ സൗദനെ ഞാൻ പറയില്ല. സൗദ ആദ്യം എന്നോട് പറയായിരുന്നു. കാരണം ഓളെ കെട്ടണം എന്ന് പറഞ്ഞ് നടന്ന ആ കാലത്ത് മുതൽ തന്നെ അവൾക്ക് ഇഷ്ടമല്ലേന്ന് അയാളെ. എന്നാൽ അനിയത്തിയാണ്, അനിയത്തി ഉമ്മയും കൂടി ചതിച്ചതാണ് അയാൾ. ഇപ്പോൾ അയാൾ ഇത്രയും കാലം ജയിലിൽ കിടക്കാനും കാരണം അതുതന്നെയാണ്. എൻ്റെ മക്കൾ വല്ലാതെ തന്നെ എന്നോട് ചോദിക്കുകയാണ്. എൻ്റെ മക്കൾ, റബ്ബേ എന്താ ഞാൻ ചെയ്യാം? ഒന്ന് കാണണം. എന്നാൽ അത് കുഞ്ഞു മോൻ ഉറക്കത്തിലൊക്കെ പറയാണ്, ഉപ്പച്ചി എന്താ വരാത്തത്? കുറേ ദിവസമല്ല ഉപ്പച്ചിനെ കാണാൻ കൊതിയാവുന്നു. എന്താ റബ്ബേ ഞാൻ ചെയ്യാം? ജയിലിലേക്ക് പോകണം. അതും എനിക്ക് ഒരാൾ ആശ്രയമില്ല, ഞാൻ പറ്റൂല. ഞാൻ ആരോട് പറയാം? എൻ്റെ ഇക്കയുടെ നിരപരാധിത്വം ഒന്ന് തെളിഞ്ഞിരുന്നെങ്കിൽ പഠിച്ചോനെ, അവർ വിലസി സുഖമായി ജീവിക്കുന്നുണ്ടല്ലോ, ആ കുഞ്ഞിക്കതിയും അവരുടെ മകളും. അതിനിടയ്ക്ക് എൻ്റെ ഭർത്താവിനെ പാട്ടിലാക്കി ആ പെണ്ണ് നിക്കാഹ് കല്യാണം കഴിക്കുകയൊക്കെ ചെയ്തു. എനിക്ക് ആലോചിച്ചൂടാ. ഒക്കെ ഞാൻ ക്ഷമിച്ചു കൊടുക്കാം. എന്നാലും എൻ്റെ ഇക്ക ഒന്ന് ജയിലിൽ നിന്ന് പോന്നാൽ മതിയായിരുന്നു. ഒരുപാട് എന്നോട് സോറി പറഞ്ഞതല്ലേ, എന്താ ചെയ്യുക? അറിയാതെ അങ്ങനെ ആയിപ്പോയി. ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല പഠിച്ചോനെ. എന്നാൽ അതാ ആ രാത്രി അവർക്ക് ഉറക്കമുണ്ടായിരുന്നില്ല. ഇക്കയെ കാണുവാൻ വേണ്ടി മക്കൾ വല്ലാതെ തിരക്ക് കൂട്ടുന്നു. പാവൻ്റെ ഒക്കെ ജയിലിൽ കിടന്ന് ആകപ്പാട് ഇടങ്ങാറായിട്ടുണ്ടാവും. റബ്ബേ, ചെയ്യാത്ത കുറ്റത്തിനൊക്കെ ശിക്ഷ അനുഭവിക്കുക എന്ന് വെച്ചാൽ അത് വല്ലാത്ത വിഷമം തന്നെയല്ലേ. എന്നാൽ പിറ്റേന്ന് രാവിലെ തന്നെ അതാ നമ്മുടെ സത്താറിൻ്റെ ഭാര്യ സെലീന ഐഷുമ്മക്ക് വിളിക്കുന്നു. ഹലോ ഉമ്മ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്തേ മോളെ, എന്ത് സുഖല്ലേ? ഇപ്പോൾ എൻ്റെ കുട്ടികളും ഇവരൊക്കെ കുറേ ദിവസമായി ഒന്ന് വന്ന് കണ്ടിട്ടൊക്കെ ഒന്ന് ഇങ്ങോട്ട് പോരി മക്കളെ. ഒരു ഓട്ടോറിക്ഷയും വിളിച്ച് പൈസ ഞാൻ തരാം കേട്ടോ. ഉമ്മ ഞാൻ വരും ഉമ്മ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട്. അതെ, സെലീന കരയുകയായിരുന്നു. അവർ അപ്പോൾ തന്നെ ഒരു ഓട്ടോ വിളിച്ച് അങ്ങോട്ടെത്തി. മോളെ എന്തേ മോളെ, എന്തേ ഇപ്പോൾ രാവിലെ തന്നെ ഒരു മനസ്സൊക്കൊരു ഉമ്മ? മക്കൾ കരയാണ് ഉപ്പച്ചിയെ കാണണമെന്ന് പറഞ്ഞിട്ട്. എൻ്റെ ഭർത്താവ് നിരപരാധിയാണെന്ന് എനിക്കറിയാം. ഇപ്പോൾ അവർ പ്രായപൂർത്തിയാകാതെ കുട്ടീനെ ഉപദ്രവിച്ചു എന്നുള്ളതിൻ്റെ പേരിലാണ് കേസിൽ കിടക്കണത്, ജയിലിൽ കിടക്കണത്. അതുകൊണ്ടാണ് അതവർ ആവശ്യപ്പെട്ടതും എത്രയോ ലക്ഷക്കണക്കിന് രൂപയാണ്. അത് കൊടുത്താൽ മാത്രമേ വിട്ടയക്കുള്ളൂ. അതുകൊണ്ട് പിന്നെ എത്ര കഠിന തടവുണ്ടല്ലോ. ഉമ്മ മക്കൾ കരയണ്, ഞാനാകെ ഇടങ്ങാറായിക്കണുമ്മ. എന്താ ഞാൻ ചെയ്യുക? ശരിക്കും അതാ അവരുടെ ആ ഒരു കരച്ചിൽ കേട്ടപ്പോൾ ഐഷമ്മയുടെ മനസ്സലിഞ്ഞു. ഞാൻ ഷാമോനൊന്ന് കാണട്ടെ. ഷാമോ പള്ളിയിൽ പോയിട്ട് ഇപ്പോൾ വരും കേട്ടോ. അവിടെ ഇരിക്കും, കുട്ടികൾക്ക് എന്താ വെച്ചാൽ ഉണ്ടായി കൊടുത്താണ്. അപ്പോഴേക്കും അതാ നമ്മുടെ നുസൈബയും മിസ്രിയും ചായയും കടിയും എല്ലാം ഉണ്ടാക്കിയിരുന്നു. നുസൈബ അതാ മിസ്രിയെ അവരെ പരിചയപ്പെടുത്തി കൊടുത്തു സെലീനത്താക്ക്. പാവമാണ് ആ ഇത്ത, ഒരുപാട് കഷ്ടപ്പെട്ടതാണ്. എന്താ ചെയ്യുക, ഓരോരുത്തരുടെ ഓരോ കെണിയിൽ അങ്ങനെ പെട്ടുപോയാൽ. എന്നാൽ നുസൈബ കുറച്ച് കഥകളൊക്കെ പറഞ്ഞു കൊടുത്തു മിസ്രിയക്ക്. പാവമാണ് ഇത്ത, 2-3-4 മക്കളും ആയിട്ട് ഇടങ്ങാറാണ് ഇത്താക്ക്. പാവമാണ്. മോളെ നുസിയെ, നിങ്ങളൊക്കെ ദ്വാ ചെയ്യട്ടോ. എന്താ ചെയ്യുക, എൻ്റെ അവസ്ഥ അങ്ങനെ ആയിപ്പോയില്ലേ. മക്കൾ ചോദിച്ചിട്ടാണടി, രാത്രി ഉറക്കല്ല. അദ്ദേഹത്തിൻ്റെ സ്ഥിതി എന്താ തീരും പഠിച്ചോന്നറിയാം, ജയിലിൽ ഇങ്ങനെ കഴിയല്ലേ. എന്നാൽ ഉമ്മ പറഞ്ഞു, ആ പിന്നെ സെലിയെ, ഞാൻ ഒരു കാര്യം പറയാം. ഷാമോനോട് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. വന്നിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാം കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒരു പരിഹാരം ഉണ്ടാവുമല്ലോ. വെറുതെ ഒരാളെ പേരിൽ ഇങ്ങനെ കുറ്റം ചുമത്തിയിട്ട് എന്തായാലും അതിൻ്റെ തെളിവെടുപ്പും കാര്യങ്ങളും എല്ലാം ശരിക്കും ഒരു തെളിവൊക്കെ കിട്ടാതെയാണ് ജയിലിൽ. ഓർക്ക് ഇപ്പോൾ എന്തിനും ഒന്ന് കാത്തിക്കണം.
അപ്പോഴത്തേനും ഒരു ജയിലിൽ കയറ്റും. അങ്ങനത്താണ്. അങ്ങനെ ഒരു ഉമ്മ വന്ന് കരഞ്ഞ് പറഞ്ഞാൽ പിന്നെ ആരായാലും അങ്ങനെ ചെയ്യൂലേ. ഉമ്മ സത്യമായിട്ടും ഒരിക്കലും അങ്ങനെയൊന്നും എൻ്റെയൊക്കെ ചെയ്തിട്ടില്ല. ശരിയാണ്, ഓൾ നല്ല മനുഷ്യനായിരുന്നു. പിന്നീട് പെട്ടെന്നാണ് അങ്ങനെയൊക്കെ ആയി തീർന്നത്. ഓല് വിളിയോട് വിളി തന്നെയല്ലേ, ഒരു സമാധാനമല്ലല്ലോ. എന്താ ചെയ്യുക, മോളൊന്നുകൊണ്ടും വിഷമിക്കണ്ട. എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ ഷമ്മാസ് വന്നു. ഉമ്മ, ആ മോനെ, പിന്നെ അടുക്കളയിൽ നമ്മളെ സത്താറിൻ്റെ ഭാര്യയും കുട്ടികളും വന്നിട്ടുണ്ട്. എന്തുമ്മ? ഒന്നുമില്ല, ആ കുട്ടികൾ ചോദിച്ച് കാര്യമാണല്ലോ ഉപ്പാനെ. ഉമ്മാൻ്റെ കുട്ടി ഒന്ന് കൊണ്ടുപോയി കാട്ടി കൊടുക്കണം. ഓലൊന്ന് ജയിലിലേക്ക് ഒന്നാണ്ട് കൊണ്ടുപോയിക്കാണ്ടിട്ടാ ഉമ്മ. അത് ഒരു പ്രയാസമായിരിക്കും കാണും. അത് പറഞ്ഞിട്ട് കാര്യമില്ലേ. ആ കുട്ടികളാ അങ്ങനെ ഓൽക്കോല ബാപ്പന്നല്ലേ. ഇപ്പോൾ ബാപ്പാരും എത്ര തെറ്റ് ചെയ്താലും ഉമ്മാരെത്ര തെറ്റ് ചെയ്താലും ഉമ്മയും ബാപ്പയും തന്നെ അല്ലേ. ഒന്ന് കൊണ്ടുപോയി കാട്ടി കൊടുക്കണേ. പിന്നെ പൊന്നു മോനെ, അതിന് നിരപരാധിയായോ അതിനെയാണ് ജയിലിലടച്ചിക്കണത്. ഇവർ പറയണത്, ഇവള് പറയണത് ഒരിക്കലും അങ്ങനെ എൻ്റെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളൊന്നും ഇട്ട് ഒന്നും ഉണ്ടായിട്ടൊക്കെ ഒരു പറഞ്ഞുണ്ടാക്കിയതെന്നാണ് പറഞ്ഞത്. പക്ഷെ ഓല പറച്ചിൽ കേട്ടവർ കൊണ്ടുപോവുകയും ചെയ്യൂലേ. ഏതായാലും ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ, ഉമ്മാൻ്റെ കുട്ടി അതിനൊരു നടപടി സ്വീകരിക്കാൻ വേണ്ടി നോക്കണം. അതായത് വെറുതെ നിരപരാധികളായ എത്രയോ ആൾക്കാർ ജയിലിൽ കിടക്കുന്നുണ്ട്. തെറ്റ് ചെയ്യണവർ ഇവിടെ പുറത്ത് വിലസി നടക്കും ചെയ്യണം. അങ്ങനെ ഒരുപാട് ആൾക്കാർ അങ്ങനെ ഉണ്ട് കുറേ. അപ്പോൾ മോൻ രക്ഷിക്കണം എങ്ങനെയെങ്കിലൊക്കെ. മോനെ, എന്നാൽ ഞാനും വരാം. ഓലപ്പാണ്ട കുട്ടികളെ പൂതിയല്ലേ, ഒന്ന് കൊണ്ടുപോയി കാട്ടി കൊടുത്താൽ കേട്ടാ. നമ്മളെ കാൽ കീഴക്ക് ഇങ്ങോട്ട് വന്നിക്കണി. നമ്മൾ ഒഴിച്ച് എന്നെ വിളിച്ചാണ്, വേറെ ആരും വിളിക്കാനില്ല. എന്നെ വിളിച്ചിട്ട് പറയുമ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവം. ആ കുഞ്ഞിക്കരിയാത്ത ചതിച്ചതാണ് എൻ്റെ ഭർത്താവിന്, അതും പറഞ്ഞ് നിൽക്കണം. ഏതായാലും അങ്ങനെ ഒന്ന് ചെയ്താളി. ഏതായാലും പഠിച്ചോനെ, നിരപരാധിത്വം തെളിഞ്ഞു കാണുന്നത് പുറത്തേക്ക് ഇറങ്ങട്ടെ. ഓല് ഇതല്ല അതിൻ്റെ അപ്പുറം കാട്ടിക്കൂട്ടും. ഇനിയിപ്പോൾ സൗദൻ്റെ സ്ഥിതി എന്തൊക്കെയാണെന്നാവോ. ഓള് ആ പോക്കാണ്ട് പോയതാണ്. ഓൾക്ക് കുട്ടിയും വേണ്ട ചട്ടിയും വേണ്ട, ഓള് അങ്ങനെ നടക്കേക്കും. പഠിച്ചോനറിയ റബ്ബേ, എല്ലാം കൂടി ആലോചിച്ച് നോക്കുമ്പോൾ. ഉമ്മ, അതൊക്കെ തിരിച്ചു വന്നോളൂ ഉമ്മ. പൊന്നും മോനെ, വരണം ഞാൻ നിർബന്ധിക്കണില്ല. ഓലോല മട്ടം പോലെ ഇഷ്ടത്തിൽ നിന്നോട്ടെ. നമുക്ക് ആർക്കും നമ്മളെ കുട്ടി ഇവിടെ നല്ല മട്ടത്തിൽ കഴിയുന്നുണ്ട്. വന്ന് കഴിഞ്ഞാൽ പൊന്നും മോനെ ഒന്നും ഉണ്ടായിട്ടല്ല. എനിക്കെൻ്റെ മരുവോളാണ്. എനിക്കെൻ്റെ നവാസിൻ്റെ ഒപ്പം തന്നെ ഓള് ജീവിക്കണം എന്നാണ് എൻ്റെ മനസ്സത്തെ ആഗ്രഹം. പക്ഷേങ്കിൽ ഇവിടെ വന്നാൽ പ്രശ്നമാക്കും. ഇവിടെ പോലെ 2-3 പെണ്ണുങ്ങൾ ഒരുമിച്ച് നടക്കൂല. ഇതിപ്പോൾ ന്യൂസി നാളാണ് പോവും. പിന്നെ മിസിരിയ എന്ന് പറഞ്ഞാൽ ഈ പാവം പെണ്ണിൻ്റെ പാവം പിടിച്ച പെൺകുട്ടിയാണ്. ആ കുട്ടീനെ സൗദ നല്ലോ ഇടങ്ങാറാക്കും. എനിക്കറിയാം, എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഈ പാവം പെണ്ണിനെ ഓള് കുറച്ചിപ്പോൾ അഹങ്കാരം കൂടി. ആദ്യത്തെ മാരിയാണെങ്കിൽ കുഴപ്പമില്ലേനോ. ഇപ്പോൾ കുറച്ച് പവറും പത്രാസൊക്കെ ഉണ്ടായി, പണം കൂടി, ഇപ്പോൾ അഹങ്കാരം കൂടി കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവരൊന്നും കണ്ടുകൂടാത്ത അവസ്ഥയാണ്. അപ്പോൾ പൊന്നു മോനെ, നവാസിൻ്റെ കൂടെ ജീവിച്ചോട്ടെ. കാരണം ഓൻ കെട്ടിയ പെണ്ണാണ്. പക്ഷേങ്കിൽ സൗദക്ക് നമുക്ക് വേറൊരു പേരും കൂടി എടുത്തു കൊടുക്കേക്കാരം നല്ലത്. ഉമ്മ, എന്തിനു വേറെ പേരും കൂടിയും? നവാസ്ക്ക് എടുത്ത വലിയൊരു വീട് അവിടെ അല്ലേ, ഇനി എന്തിയാ? പൊന്നും മോനെ, ഓലവിടെ നിൽക്കായക്കോ? എൻ്റെ പൊന്നാരേ, ആ കുഞ്ഞിക്കാതിയ ചില്ലറ സാധനം നല്ലോ. എന്തൊക്കെ സ്ഥിതിയാവും. ഇനിയിപ്പോൾ സൗദ ഓല് തമ്മിൽ വക്കാണം കൂടുന്നുണ്ടോ, കച്ചറ കൂടുന്നുണ്ടോ, ആർക്കറിയാം. ഉമ്മ ഒന്നിനിപ്പോൾ പോകണ്ട. ഉമ്മാനൊരിക്കലേ നല്ലോണം ഒലുമ്പി വിട്ടില്ലേ, അതുകൊണ്ട് ഇനി എൻ്റെ ഉമ്മ പോരുത്. പൊന്നു മോനെ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാടാ നമ്മൾ? ഒന്നുമില്ലെങ്കിൽ എന്ത് സ്ഥിതി അറിയണ്ടേ? ഒന്നും അറിയാതെ ഒന്ന് പോയോക്കണ്ടേ? എന്തേ ഏതാന്നൊക്കെ അറിയാലോ. എൻ്റെ പൊന്നുമ്മ, CID ആയി പോകേണ്ടി വരും, വേഷമൊക്കെ മാറിയിട്ട്. ഈ കുട്ടീൻ്റെ ഒരു തമാശ. അതെ, എന്നാലേ അറിയുള്ളൂ സൗദൻ്റെ സ്ഥിതി എന്താ, അവളവിടെ ഓക്കെ ആണോ അല്ലെങ്കിൽ വേറെ വല്ല പ്രശ്നമാണോ എന്നൊക്കെ. എൻ്റെ പൊന്നാര മോനെ, അറിയാത്ത രീതിയിലൊന്ന് പോയി നോക്കിയാലോ, എന്താ മട്ടെന്നറിയാലോ. എൻ്റെ ഉമ്മ, നിങ്ങൾ ഒരിക്കലും അങ്ങനെ പോവില്ലട്ടോ. ഉമ്മാൻ അത്രക്കും ഓലൊന്ന് ഇടങ്ങാറാക്കി വിട്ടിരുന്നു. എൻ്റെ ഉമ്മ ഇതുകൊണ്ട് തിരിച്ചൊന്നും പറഞ്ഞില്ല. നല്ല സന്തോഷത്തോടു കൂടി വീണ്ടും അവരെ കയറ്റി. ഏതായാലും നമുക്ക് നോക്കുക ഇൻഷാ അല്ലാഹ്. അല്ലമ്മ, എന്നിട്ട് എപ്പോഴാണ് ജയിലിലേക്ക് പോകേണ്ടത്? മോനെ, ഞാൻ പറയാം. ഏതായാലും ഓളോട് പറയട്ടെ. അങ്ങനെ നേരെ അവളുടെ അടുത്തേക്ക് എത്തി. സെലിയെ, ഇന്ന് തന്നെ പോകണമെന്നുണ്ടോ? മക്കൾ കരഞ്ഞിട്ടാണ് ഉമ്മ. ഒന്നുമില്ല, ഒന്ന് കണ്ടു വന്നാൽ എനിക്കും എൻ്റെ മക്കൾക്കും ഒന്ന് ആശ്വസിക്കാനെങ്കിലും. ഇനിയൊരു പക്ഷേ കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ? പൊന്നാര സെലീന, ജ അങ്ങനെയൊന്നും പറയല്ലേ. അതിനുള്ള വിധി പഠിച്ച റബ്ബ് നമുക്ക് തരും. അതൊന്നും ജ് കണക്കിലാക്കണ്ട.
ഇൻഷാ അല്ലാ ഓനെ നമുക്ക് ഇറക്കണം. ആരാണ് ഓനെ കൂട്ടുകയറ്റിയത് ഓലെ നമുക്ക് പിടിച്ച് കൂട്ടുകയറ്റണം. അതാണ് വേണ്ടത്. കാരണം ഒരുപാട് കളവും വഞ്ചനയും ചെയ്ത് കണ്ട് കുറേ വിജയിക്കൊന്നുമില്ല. അത് പകുതി വഴിയിൽ അങ്ങോട്ട് തകർന്നിടിഞ്ഞ് പോലെന്നേക്കാരം. ഏതായാലും പഠിച്ചോന് അശുമ്മ ആ കുഞ്ഞിക്കഥയത്തവനെ പേടിയാണ് എനിക്ക്. കാരണം ഒന്നിനും മടിക്കൂല. എൻ്റെ മക്കൾ ഇന്നെ പോലെ ഓർക്കാതെ ഓലെ ഇളയ മോളെയും കൂടി കല്യാണം കഴിപ്പിച്ചില്ലേ, അതിനെക്കൊണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിക്ക്. പൊന്നു മോളെ അതൊക്കെ പോയും ചെയ്തില്ലേ, അതൊക്കെ കുറച്ച് ദിവസം ഉണ്ടായിട്ടുള്ളൂ. ഒന്നും കാര്യമാക്കണ്ട, കഴിഞ്ഞ് പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുക. അല്ലാതെ ഇപ്പോൾ എന്താ കാട്ടുക? പടച്ച റബ്ബ് കാത്ത് രക്ഷിക്കട്ടെ. ഉമ്മ എന്നാലും വിട്ട് കിട്ടണ്ടേ? അതിന് എത്രയോ ലക്ഷമാണ് പിഴ അവർ പറഞ്ഞിട്ടുള്ളത്. എന്താ ഉമ്മ, എന്നെ കൊണ്ടൊന്നും കഴിയൂലല്ലോ. മോളെ നീ വിഷമിക്കണ്ട, ഒക്കെ റെഡിയാവും. അതെ കുഞ്ഞിക്കതിയെ കുറേ ആൾക്കാർ ഇടങ്ങാറാക്കിക്കണ്. കുറേ എൻ്റെ കുട്ടി നവാസിനടക്കം ഞാൻ എന്താ കാട്ടുക ആർക്കറിയാം. ഓൻ്റെ പേരിലെങ്ങാനും കേസ് കൊടുത്ത റബ്ബേ ഓൻ ഇവിടെ നാട്ടിലേക്ക് വരാൻ കഴിയൂല. അല്ലാ റഹ്മാനെ, ആ പമ്പർന്നോളൊരു ദുരിതം വല്ലാത്തൊരു ദുരിതം തന്നെയാണ്. ഏതായാലും പഠിച്ചോനെ ഇതിനൊക്കെ ഒരു അറുതി ഉണ്ടല്ലോ. കയ്യൂക്കുള്ളവർ കാര്യക്കാർ ചെറ്റ കുടിലിൽ കഴിഞ്ഞ ജന്തുക്കളേനും എന്താ ചെയ്യുക. നമ്മൾ നല്ലത് വിചാരിച്ച്, എൻ്റെ റെജിനാൻ്റെ പണിയാണത്. നല്ലത് വിചാരിച്ച് നമ്മൾ കൂടെ കൂട്ടി. എന്താ നല്ലത് തന്നെയായിരുന്നു. സൗദ നല്ല പെൺകുട്ടി തന്നെയായിരുന്നു, അല്ലാതെ ഒരിക്കലും പറയില്ല. ആ ഗൾഫിലാണ്ട് പോയി വന്നതും പള്ളിയിലുണ്ടാലും അതോടുകൂടിയുണ്ട് ഓൾക്ക് അഹങ്കാരമുണ്ട് കൂടി. അപ്പോത്തിന് ഈ തള്ളതിങ്ങനെ മൂപ്പിച്ചെടുക്കല്ലേ. ഇത് നമ്മൾ പെറ്റ തള്ളാർ പറഞ്ഞു കൊടുക്കണം. പുതിയാപ്പിള്ളാരെ അങ്ങനെ ബഹുമാനിക്കണം, ഉമ്മാരെ ബഹുമാനിക്കണം, സ്നേഹിക്കണം. പെരക്കാർ നല്ല നമ്മളെ സ്വന്തം ഉമ്മാനും ബാപ്പാനും പോലെ കാണണം. അതൊക്കെ നമ്മൾ പെറ്റ തള്ളാരല്ല മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇത് നേരെ തിരിച്ച് ആ തള്ള പറഞ്ഞു കൊടുത്തിക്കണം. എന്താണ് ഇജിപ്പോൾ പഴയ പോലല്ല, പഴയ വേലക്കാരിയല്ല. ഇജിപ്പോൾ മുതലാളിച്ചയക്കണ്, വലിയ പുത്തൻവീട് തറവാട്ടത്തെ മരോളയക്കണ്. അതുകൊണ്ട് കുറച്ച് നിലയും വിലയൊക്കെ ഉണ്ട് എനിക്ക്. അത് ഇജ് കളരുത്. ഓലയിടയിൽ പോയി ഒന്നായിട്ട് ഇങ്ങോട്ട് പേറാൻ നിൽക്കണ്ട. നല്ല മട്ടത്തിനവിടെ നിന്നോ. നവാസിൻ്റെ ആദ്യത്തെ മക്കളെ നോക്കണ്ട. എൻ്റെ പള്ളിയിൽ ഒന്ന് കെടുക്കുന്നുണ്ട്, അതിനെ നോക്കിക്കോ ഇനി മറ്റീറ്റങ്ങളിങ്ങനെ വൈത്തരെടുക്കാൻ നിൽക്കണ്ട. അങ്ങനെ പറഞ്ഞ് ഏതായാലും ഓളെ തലയിൽ കതാണ്ട് കയറ്റി. അതോടുകൂടി സൗദ നിലം തൊടാത്തൊരു സാധനമായി മാറി. എൻ്റെ റബ്ബേ എന്തോ ഒരു അഹങ്കാരം കാട്ടിക്കൂട്ടലും. എന്നാലും ഞാൻ ഓളെ സ്വീകരിച്ചു. കാരണം ഒരു കുട്ടിയുള്ളതല്ലേ. എന്നിട്ടും ഓൾ അഹങ്കാരം കാട്ടിയപ്പോൾ എന്താ ചെയ്യണം എനിക്കറിയില്ല. ഏതായാലും ഓലെ പെരക്കാരെ സ്ഥിതി അതന്നെ. ഓലെ വാപ്പ അബൂക്കര് മൂപ്പർക്ക് അങ്ങനെ നല്ലൊരു ബുദ്ധി തോന്നി. അന്ന് പോയി പെണ്ണ് കെട്ടിയതുകൊണ്ട് എന്തായി, നല്ലൊരു ജീവിതം ആ പമ്പറന്നോടൊപ്പം ജീവിക്കണം. മറ്റേ ഇതിൻ്റെ ഏറ്റങ്ങളുടെ ഇടയിലൊക്കെയാണ് ഈ ഇടങ്ങാറാവും. ബാപ്പാനെ ഇറക്കി തള്ളി വിട്ടതല്ലേ, ഒന്നിനും മടിക്കൂലേ. ഓല ആണുങ്ങൾ ഇങ്ങോട്ട് നല്ലോ ഇടങ്ങാറാക്കും. ഏതായാലും ഇപ്പം നിങ്ങളെ സത്താറ് അതിൽ പെട്ടക്കണ്. മൂപ്പര് ജയിലിൽ കയറ്റി. ഇനിയിപ്പോൾ ഏതൊക്കെയാവും. ഇങ്ങനത്തെ നിങ്ങൾ ദുനിയാവിലുണ്ടായാലേ ഒരു മനുഷ്യനെയും പേടില്ലാത്തൊരു സാധനങ്ങൾ. എൻ്റെ മോനെ ഓൽക്ക് മാണ്ടിയതൊക്കെയും വലിയ ബമ്മാട്, വലിയ പെര, വലിയൊരു കാറ്, നന്നായിട്ട് ഇൻ്റർലോക്ക് ചെയ്തേക്കാണ്. ഗേറ്റ് അങ്ങേ തലക്കിൽ. ഇവിടെ നിന്നാണ്ട് നോക്കുമ്പോൾ ആ പെരൻ്റെ ഒരു ചൊർക്ക് എന്താണ് അമ്മട്ട് എല്ലതും പോരാത്തിന് മാസം തന്നെയല്ല ഓൻ്റെ എന്താ ഈ മറ്റേ പീടിയൻ്റെ കടയത്തെ ഗൾഫത്തെ കടൻ്റെ വരുമാനം മുഴുവനും അത് ഓലോലെ മാണ്ടമാരി കഴിഞ്ഞോട്ട് വിചാരിച്ചു. അതിലൊന്നും ഒരു മുടക്കിൻ്റെ കുട്ടി വരുത്തിയിട്ടില്ല. എന്താ ചെയ്യുക. അങ്ങനെ കുഞ്ഞിട്ടും മോൻ പറഞ്ഞത് കേൾക്കാതെ ഇറങ്ങിയാണ്ട് പോയി ഓള്. ഇതാണ് മക്കളെ. അതിൻ്റെ ശേഷം എൻ്റെ നവാസ് പറ്റങ്ങോട്ട് വെറുത്തു. എന്നാലും ഇപ്പോഴും വന്നാൽ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേങ്കിൽ ഇവിടെ നിർത്തുന്ന കാര്യം ഇപ്പം എനിക്കൊരു ഇടങ്ങാറുണ്ട്. ഇവിടെ ഒരു കുട്ടി വന്നിക്കണ്, ആ കുട്ടിക്കൊരു സ്വസ്ഥതയും സമാധാനം ഉണ്ടാവില്ല. എന്നാൽ അതാ പെട്ടെന്ന് ഷമ്മാസ് ഉമ്മ എന്നാൽ പോവല്ലേ, ആ എന്നാ ആയിക്കോട്ടെ. ഉമ്മ നുസൈബയുടെ അടുത്ത്, മോളെ ഞങ്ങളിപ്പോൾ പോയി വരട്ടോ, ഇജാ വണ്ടിയിൽ കയറണം. ഇനിയിപ്പോൾ ഇവിടെ നിർത്ത്, എന്താ വേണ്ടിയത്? അല്ലെങ്കിൽ പണിയുണ്ട് മോളെ. മിസ്രിയെ എന്തോ ഉമ്മ? മോളെ ഞാൻ അങ്ങോട്ട് ഇവിടേക്ക് ഫസീലാൻ്റെ അടുത്ത് കണ്ട് ആക്കിത്തരാം. ഞങ്ങൾക്കൊരു അത്യാവശ്യ കാര്യത്തിന് ജയിലിലേക്കൊന്ന് പോകണ്ട. ഇവിടെ പുതിയാപ്പിള ജയിലിലാണ് ഡേ. ആണോ ഉമ്മ? ഞാൻ ഇവിടെ എന്നോളം കുഴപ്പമൊന്നുമില്ല. അല്ല മോളെ, ഇവിടെ ഒറ്റക്ക് നിൽക്കണ്ട. ഏതായാലും നുസൈബാക്ക് കോളേജിലേക്കും പോകണം, അങ്ങനെയാണല്ലോ. അപ്പോൾ അതിലുണ്ട് കേരള വലിയ വണ്ടി തന്നെ എടുക്കുക. അങ്ങനെ അതാ ഷമ്മാസിൻ്റെ കൂടെ അവരെല്ലാവരും പോകുന്നു. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഫസീലയുടെ വീടിന് മുമ്പിൽ ഷമ്മാസിൻ്റെ കാറ് വന്ന് നിന്നതും അതിൽ നിന്ന് മിസിരി ഇറങ്ങുന്നതും
ഒരു നിമിഷം അതാ നമ്മുടെ കുഞ്ഞു കാണുന്നു. അവൻ്റെ മനസ്സിൽ പെട്ടെന്ന് റബ്ബേ ആരാ? എന്നാൽ ആ മനോഹരമായ കണ്ണുകൾ കണ്ടപ്പോൾ തന്നെ അവന് മനസ്സിലായി അത് മിസ്രി തന്നെ. എന്നാൽ ശരിക്കും അവൻ അത്ഭുതപ്പെട്ട് അവളെ നോക്കി. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.